ചോദ്യം: ഏക സത്യദേവന്റെ അസ്തിത്വമുണ്ടോ? ഉത്തരം: ഒന്നാമത്തെ പക്ഷം ഉണ്ട്, കൂടാതെ ദൈവം സത്യമാണ്. 1 യോഹന്നാൻ 5:20 മണി. ഞങ്ങൾ അറിയുന്നു, ദൈവപുത്രൻ വന്നു, നമ്മെ ജ്ഞാനം നൽകി, നാം സത്യദൈവത്തെ അറിയേണ്ടതിനു. ഞങ്ങൾ സത്യദൈവത്തിൽ തന്നെ ഉണ്ട്, അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ. ഇദ്ദേഹമാണ് സത്യദൈവവും നിത്യജീവനും. റോമർ 3:4. അങ്ങനെയല്ല. ദൈവം സത്യമാണ്, എന്നാൽ എല്ലാവരും കള്ളന്മാരാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ, നീ വിധിക്കുമ്പോൾ നീ നീതിമാൻ ആയിരിക്കും, നീ ന്യായവിവാദത്തിൽ വന്നാൽ നീ ജയിക്കും. രണ്ടാമത്തെ പക്ഷം: ദൈവത്തിന് സ്വരൂപം ഉണ്ട്, കൂടാതെ സത്യസ്വരൂപം ഉണ്ട്. ഹീബ്രു 1:3. അദ്ദേഹം ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രതിഫലനമാണ്, ദൈവത്തിന്റെ സ്വരൂപത്തിന്റെ ശരിയായ പ്രതിമയാണ്. തന്റെ ശക്തിയുടെ വചനത്താൽ എല്ലാം അധിഷ്ഠിതമാക്കി, പാപമോചനത്തിനു ശേഷം മഹാനായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു. 1 യോഹന്നാൻ 3:2. പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ നാം ദൈവപുത്രന്മാരാണ്, എന്നാൽ ഭാവിയിൽ നമുക്ക് എന്താകുമെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. എങ്കിലും അവൻ വെളിപ്പെട്ടാൽ നാം അവനെപ്പോലെയുള്ളവരാകും, കാരണം നാം അവന്റെ സത്യസ്വരൂപം കാണും. മൂന്നാമത്തെ പക്ഷം: ദൈവത്തിന് തന്റെ സ്വരൂപമുണ്ട്. ഉൽപ്പത്തി 1:27 മണി. ദൈവം മനുഷ്യനെ തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ തന്നെ അവൻ പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചു. നാലാമത്തെ പക്ഷം: ദൈവം സത്യസന്നിധിയാണ്, ജീവനും സത്യദൈവവുമാണ്. യെരമിയാവ് 10:10 മണി. എന്നാൽ യഹോവയെ സത്യദൈവനാണ്, ജീവനുള്ള ദൈവവും നിത്യരാജാവുമാണ്. അവൻ കോപിച്ചാൽ ഭൂമി വിറയ്ക്കും, ജനതകൾ അവന്റെ ക്രോധം സഹിക്കാനാകില്ല. 1 തെസ്സലോനിക്കർ 1:9. നിങ്ങളിലേക്ക് ഞങ്ങൾ വന്നപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള കാര്യം അവർ തന്നെയാണ് പറയുന്നത്. നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് സത്യവും ജീവനുള്ള ദൈവത്തെ സേവിക്കാൻ തിരിഞ്ഞിരിക്കുന്നു.